ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു അടിപൊളി ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. തേങ്ങ മുഴുകിയിരിക്കുന്ന അത്രയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയ്ക്ക് പകുതി അളവിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിസിലൊക്കെ വന്ന് കഴിഞ്ഞു. നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് ഇതുപോലെ കളറൊക്കെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിരിക്കുന്ന കണ്ടില്ലേ. തേങ്ങയുടെ ഓടൊക്കെ ഇതാ നന്നായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതാ നന്നായിട്ട് തേങ്ങയുടെ ഓടൊക്കെ ഇളകിയിരിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഓടൊക്കെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതാ ഒരു തേങ്ങയുടെ ഓടൊക്കെ നല്ല ഈസി ആയിട്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വേവിക്കുന്നത് മൂലം നമുക്ക് തേങ്ങയുടെ പുറംഭാഗമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി കിച്ചൺ ടിപ്സാണ് കേട്ടോ ഇത്. നമ്മളിതുപോലെ കുക്കറിലിട്ട് തേങ്ങ വേവിച്ച് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് തേങ്ങ 2 ആഴ്ച വരയ്ക്കും കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കേടുകൂടാതെ എന്ന് മാത്രമല്ല, ഒരു ഇച്ചിരി ചുവ വ്യത്യാസം പോലും വരാതെ നമുക്ക് 2 ആഴ്ച വരയ്ക്കും നമ്മളിതുപോലെ വേവിച്ച് ഉപയോഗിക്കുന്ന തേങ്ങ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വന്ന് തുടങ്ങി. ഈ നോമ്പ് സമയത്ത് നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെയും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു അടിപൊളി കിച്ചൺ ടിപ്സാണ് കേട്ടോ തേങ്ങ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത തേങ്ങ ഒരു ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല തേങ്ങ ചിരവിയ പോലെ തന്നെ നമുക്ക് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. നല്ല ചുരവിയ പോലെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, നല്ല തുരുവിയ പോലെ ബ്ലെൻഡ് ചെയ്ത തേങ്ങ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. 2 ആഴ്ച വരയ്ക്കും നമുക്ക് ഒരു ചുവ വ്യത്യാസം പോലും വരാണ്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. രാവിലെയൊക്കെ എണീറ്റ് നമുക്ക് ചട്നി അരയ്ക്കാനും അതുപോലെ തന്നെ കറിക്കൊക്കെ തേങ്ങ അരയ്ക്കാനൊക്കെ നമ്മൾ രാവിലെ ബിസി ടൈമിൽ ഇതുപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നോമ്പൊക്കെ ആയി തുടങ്ങി. നോമ്പ് സമയത്ത് നമുക്ക് വൈകുന്നേരം നമ്മൾ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ടിപ്സ് ഒരുപാട് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.